ഫിലിം ഗാരേജിന്റെ രണ്ട് ലാലേട്ടൻ സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിലെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് ഇപ്പോഴും പ്രദർശനം നടത്തുന്ന സിനിമയാണല്ലോ നീര്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നേട്ടം ലാലേട്ടന്റെ നേടിയെടുക്കുന്നത് പോലെ ഇന്നും അടുത്തൊരു നേട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടനാണല്ലോ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ 40 കോടിക്ക് മുകളിലെ കളക്ഷനുള്ള ഏക നടൻ. ഇപ്പോഴത്തെ നീര് എന്ന സിനിമയും 40 കോടി ക്ലബിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 1,20,00,000 കേരള ഗ്രോസ് കളക്ഷൻ എടുത്തതോടെയാണ് 40 കോടിയിലേക്ക് നേരിന്റെ കേരള കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തിനിടയിൽ വരാനുള്ള സാധ്യതകളില്ല. 3-4 ദിവസത്തെ ഇടവേളയിൽ മാത്രമേ സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരികയുള്ളൂ. നിലവിൽ 14 ദിവസത്തെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം 74 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയെന്നാണ്. എന്തായാലും വളരെ വലിയ വിജയമാണല്ലോ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ കോർട്ടർ റൂം ഡ്രാമ സിനിമ എന്നൊരു പേരുള്ള ഒരു പോസ്റ്റർ നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ടാബിൽ പ്രദർശിപ്പിച്ചിരുന്നു. അത് ചിലരിലെല്ലാം തന്നെ അസ്വസ്ഥത ഉണ്ടാക്കി, അലർജി ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. ലാലേട്ടന്റെ പ്രമുഖ വിമർശകർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് എന്നാത്താൻ കേസുകൂടാണ് മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ, അതല്ല ജനഗണമനയാണ് ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെയാണ്. എന്നാൽ ഈ പറഞ്ഞ രണ്ട് സിനിമകളും കോടതി മുറി ഒരുപാട് നേരം കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ രണ്ട് സിനിമകളും പൂർണ്ണ കോർട്ടർ റൂം ഡ്രാമ സിനിമകളല്ല. ജനഗണമന ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കോർട്ടർ റൂം ഡ്രാമ സിനിമയാണ്. എന്നാത്താൻ കേസുകൂടാകട്ടെ ഒരു റിയലിസ്റ്റിക് കോർട്ടർ റൂം കോമഡി എന്റർടൈനർ സിനിമയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് കമന്റ് ചെയ്യുമെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ കോർട്ടർ റൂം ഡ്രാമ സിനിമ അത് നീര് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റും ലാലേട്ടന്റെ സിനിമയുടേതാണ്. മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 20ഓളം ദിവസങ്ങൾ ബാക്കി. ലാലേട്ടന്റെ നായകനാക്കി ലിജോ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ അടുത്ത ഗാനമാണ് അടുത്തതായിട്ട് വരാനായിട്ടിരിക്കുന്നത്. രംഗറാണി എന്ന വരികളാൽ തുടങ്ങുന്ന ഒരു ഗാനമാണ് മൂന്നാമത്തെ സിംഗിളായിട്ട് വരിക എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ആഴ്ച തന്നെ ഗാനം പുറത്തു വന്നേക്കും. മറ്റൊരു അപ്ഡേറ്റ് മലക്കോട്ടെ വാലിബന്റെ സെൻസറിംഗുമായി ബന്ധപ്പെട്ടാണ്. ചിത്രത്തിന്റെ മലയാളം സെൻസറിംഗ് ഈ വരുന്ന ശനിയാഴ്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹിന്ദി സെൻസർ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. അതേസമയം ചിത്രത്തിന്റെ ഡ്യൂറേഷനിൽ പല വെർഷനിൽ പല വ്യത്യാസമുണ്ട്. ഹിന്ദി ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂർ 7 മിനിറ്റ് ആണെങ്കിൽ മലയാളം ഡ്യൂറേഷൻ 2 മണിക്കൂർ 32 മിനിറ്റ് ആയിരിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. തമിഴ് മലയാളം വെർഷന് സമാന ഡ്യൂറേഷൻ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കന്നഡ തെലുഗു വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല. ഹിന്ദിയിലെ ഡ്യൂറേഷൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സിനിമയിലെ മലയാളി തനിമയുള്ള ഗാനങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് പോകും, അതോടൊപ്പം തന്നെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് പോകും എന്നൊക്കെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഹിന്ദിയിലെല്ലാം തന്നെ ലാഗ് അടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഡ്യൂറേഷൻ കുറയ്ക്കുന്നതാണ്. അതേസമയം മലയാളത്തിൽ നോർമൽ പ്രിന്റ് ആയിട്ട് തന്നെ സിനിമ വരട്ടെ എന്നാണ് നിലവിൽ നാം ആശംസിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ഫാൻ ഷോ ചാർട്ടിംഗ് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയാനായിട്ട് കഴിയുന്നു. ഒരാഴ്ച മുന്നേ 66 ഫാൻ ഷോസ് ആയിരുന്നു ചാർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 100 കടന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിലീസ് അടുക്കുന്തോറും സിനിമയുടെ ഡിമാൻഡ് കൂടി വരികയാണ്. നല്ല രീതിയിൽ സോൾഡ് ഔട്ട് ആകുന്നു സിനിമയുടെ ടിക്കറ്റുകൾ വിവിധ തിയേറ്ററുകളിൽ എന്നൊക്കെ പുറത്തുവരുന്ന റിപ്പോർട്ടിലുണ്ട്. കാത്തിരിക്കു കൂടുതൽ മലക്കോട്ടെ വാലിബൻ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട്.